സാഹിത്യകാരൻ സച്ചിദാനന്ദനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഈ തുടർഭരണം വേണ്ടതില്ല, അങ്ങനെ വന്നാൽ ശരിയാകില്ല എന്ന തരത്തിൽ പ്രതികരണം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഭരണത്തിന് വേണ്ടി കേരളത്തിലെ പാർട്ടി സഖാക്കളും അതുപോലെ ജനാധിപത്യ വിശ്വാസികളും അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരും ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പം ഞങ്ങൾക്കത് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അത്രമാത്രം ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള കേരളത്തിലാണ്. ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് വേണ്ട, ഇനി വരേണ്ടതില്ല, ഈ മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള പ്രസ്താവനയൊക്കെ തന്നെ ആര് നടത്തിയാലും അത് നാട്ടിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം പല രൂപത്തിൽ പ്രതികരിക്കുമായിരിക്കും. സൈബർ ആക്രമണം കൊണ്ട് എൻ്റെ പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്താതെയും കണ്ണുമടച്ചുകൊണ്ട് ഒരു വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി വരാൻ സാധ്യതയില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരികേടുണ്ട്. ഇപ്പോൾ ഈ കീഴ്ഘടകങ്ങൾക്ക് ഇത്തരത്തിൽ പാർട്ടി സഖാക്കൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറയുന്നു, അത് പരിഹരിക്കണമെന്ന തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ഈ തുടർഭരണം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുമായിട്ട് പാർട്ടി കേഡർമാർക്ക് ബന്ധം കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും ഞങ്ങളുടെ വോട്ടിൻ്റെ ശതമാനം നോക്കിയാൽ അതൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടു, ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷെ അവിടെ ആകെ ഈ 101 സീറ്റിൽ നടന്ന മത്സരത്തിൽ ആകെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. ചെറിയ വോട്ടില്ല, ഞങ്ങൾക്ക് വോട്ടിൻ്റെ എണ്ണത്തിൽ കൂടുതലാണ്. ഇപ്പോൾ നേമം നിയോജക മണ്ഡലം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. 25 കോർപ്പറേഷൻ സീറ്റുള്ളതിൽ 19 അവർ ജയിച്ച സ്ഥലമാണ്. ആകെ അവിടെ 5000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പം അങ്ങനെ വോട്ടിൻ്റെ എണ്ണത്തിൽ നിന്നും കുറവ് വന്നിട്ടില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടന്ന ജാഥ എല്ലാം അതിന് തെളിവാണല്ലോ. സംസ്ഥാന ജാഥയുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മണ്ഡലം ജാഥയുണ്ട്. ആ ജാഥയിലൊക്കെ തന്നെ നല്ല പങ്കാളിത്തമാണ് വന്നിട്ടുള്ളത്. ചില അവസരങ്ങളിലെല്ലാം തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അവസാനമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഏത് തരത്തിലുള്ള കൊള്ള നടന്നാലും കൊള്ള നടത്തിയവരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊക്കെ തന്നെ ശേഷിയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ നോക്കിക്കോളൂ. നമ്മുടെ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷവും കൃത്യമായി തന്നെ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് കുട്ടികൾ കൊടുക്കുന്ന ശേഷം ഉണ്ടായിരുന്നു. കുട്ടികളുടെ അഭിപ്രായം, അധ്യാപകരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, രക്ഷകർത്താക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംരംഭം നടത്തി ഒരു പരാതിയുമില്ലാതെ ഏതാണ്ട് 3,80,00,000 പാഠപുസ്തകം കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിയും. ഇപ്രാവശ്യം നിങ്ങൾ നോക്കണം, ഇനി ലാസ്റ്റ് പരീക്ഷ ആരംഭിച്ചിട്ടില്ല. മാർച്ച് 5-നാണ് നമ്മുടെ SSLC പരീക്ഷ ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ്. അതായത് 3 മാസം, സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നടക്കുന്നത് അപൂർവ കാര്യങ്ങളിലൊന്നാണ്.